ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മണലൂർ മണ്ഡലം നിയമസഭാ സീറ്റ് താൻ ആവശ്യപ്പെട്ടു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPM-ൽ നിന്ന് പുറത്താക്കിയ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഈ മാസം 21-ന് രാജിവെക്കുമെന്ന് ജിയോ ഫോക്സ്. ചാലക്കുടി പരിയാരം തടയണയിൽ നിന്നും പുഴയിലേക്ക് വീണ ബൈക്ക് യാത്രികൻ മരിച്ചു. പുളിയിലെപ്പാറ സ്വദേശി രമേശാണ് മരിച്ചത്. മുല്ലശ്ശേരിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാടിന് സമർപ്പിച്ച റോഡിന്റെ ശിലാഫലകം തകർത്തതായി പരാതി. ശിലാഫലകം തകർത്ത സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP പരാതി നൽകി. വരവൂർ തളി നടുവട്ടത്തെ മാലിന്യ പ്ലാന്റിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാമെന്ന് ജില്ലാ കളക്ടർ. ആക്ഷൻ കൗൺസിലിന്റെ പരാതി തുടർ നടപടികൾക്കായി കളക്ടർ ADM-ന് കൈമാറി. കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 4 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തൃശൂരിൽ യെല്ലോ അലർട്ട്. വാർത്തകളിലേക്ക് വിശദമായി. CPM-ൽ നിന്ന് പുറത്താക്കിയ ജിയോ ഫോക്സ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും മെമ്പർ സ്ഥാനവും 21-ാം തീയതി രാജിവെക്കും. CPM വിട്ട് കോൺഗ്രസിൽ ചേരുകയാണെന്ന് സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം പരസ്യപ്രസ്താവന നടത്തിയ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിനെ CPM ജില്ലാ കമ്മിറ്റി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. പാർട്ടി നയവും അച്ചടക്കവും ലംഘിച്ച് പരസ്യപ്രസ്താവന നടത്തിയതിനെ തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. ഏറെക്കാലങ്ങളെ പാർട്ടി പരിപാടിയിൽ നിന്ന് ജിയോ ഫോക്സ് വിട്ടുനിൽക്കുകയായിരുന്നു. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയ എളവള്ളി പഞ്ചായത്ത് വികസന മുന്നേറ്റ ജാഥയിൽ നിന്നും അർഹതപ്പെട്ട സ്ഥാനം നൽകാതെ ജിയോ ഫോക്സിനെ ഒഴിവാക്കിയതായി പറയുന്നു. എളവള്ളി പഞ്ചായത്ത് സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തായി 4 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കൂടാതെ ജില്ലാതലത്തിലും നിരവധി പുരസ്കാരങ്ങൾ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നേടാൻ പഞ്ചായത്തിന് കഴിഞ്ഞിരുന്നു. എളവള്ളി മാറുന്നു കോൺഗ്രസിനൊപ്പം എന്ന തലക്കെട്ടോടെ നിരവധി ഫ്ലക്സ് ബോർഡുകൾ എളവള്ളിയിൽ ഉയർന്നിട്ടുണ്ട്. CPM തനിക്ക് സ്ഥാനങ്ങൾ നൽകിയെങ്കിൽ പാർട്ടിക്കായി ഒട്ടേറെ കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ജിയോ ഫോക്സ് പറയുന്നു. അതായത് ഈ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പാർട്ടി എന്നെ ഏൽപ്പിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സമീപ പഞ്ചായത്തുകളുടെ ഭരണം പോലും ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും പാർട്ടിക്ക് അനുകൂലമാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു കൃത്യമായി നടപ്പിലാക്കിയിട്ടുണ്ട്. പറക്കാട്, ചിറ്റാട്ടുകര വാർഡുകളൊക്കെ CPM-നെ സംബന്ധിച്ചോളം കിട്ടാക്കനിയായിരുന്നു. അതെല്ലാം സജീവമായ പ്രവർത്തന ഭാഗമായി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ഗുണം പാർട്ടിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ പോസ്റ്റ് തന്നു എന്നുള്ളതിൻ്റെ പേരിൽ പാർട്ടിക്ക് അതിന് പ്രത്യേകിച്ചൊന്നും പറയാണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പുറത്താക്കൽ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് എന്നെ പുറത്താക്കിയിട്ടുള്ള കാര്യം ജനങ്ങളുടെ മനസ്സിൽ ഞാൻ ഉണ്ടാകും. അത് ഒരു മാറ്റമില്ല. TCV ന്യൂസ്, പാവറട്ടി. ചാലക്കുടി പുഴയുടെ പരിയാരം തടയണയിൽ നിന്ന് പുഴയിലേക്ക് വീണ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. അതിരപ്പള്ളി പഞ്ചായത്തിലെ പുളിയിലെപ്പാറ സ്വദേശി പെരുമ്പടത്തി വീട്ടിൽ 42 വയസ്സുള്ള രമേശാണ് മരിച്ചത്. അപകടം നടന്ന ഭാഗത്തു നിന്നും 2 കിലോമീറ്റർ താഴെ ചാലക്കുടി വെട്ടുകടവ് പാലത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രിയായിരുന്നു അപകടം. അടിച്ചിലി ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന പട്ടത്ത് എന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറാണ് മരിച്ച രമേശ്. പരിയാരം ഒരപ്പനയിലെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടെയായിരുന്നു അപകടം. കനത്ത മഴയെ തുടർന്ന് ശനിയാഴ്ച രാത്രി പുഴയിൽ ജലവിധാനം ഉയർന്നിട്ടുണ്ടായിരുന്നു. തടയണയിൽ കൂടി പുഴ മുറിഞ്ഞു കിടക്കുമ്പോൾ നിയന്ത്രണം വിട്ട സ്കൂട്ടർ വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. പരിയാരം കടവിൽ മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന ആളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. അതിരപ്പള്ളി പഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ അക്ഷിതയുടെ ഭർത്താവാണ് മരിച്ച രമേശ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ശനിയാഴ്ച നാടിന് സമർപ്പിച്ച റോഡിന്റെ ശിലാഫലകം തകർത്തതായി പരാതി. MP ഫണ്ട് ഉപയോഗിച്ച് മുല്ലശ്ശേരി 2-ാം വാർഡിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത നേതാജി റോഡിൽ സ്ഥാപിച്ച ശിലാഫലകമാണ് തകർത്തത്. വികസന പ്രവർത്തനങ്ങളിൽ അസ്വസ്ഥരാകുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP മുല്ലശ്ശേരി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വരവൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തെ മാലിന്യ പ്ലാന്റിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാമെന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ അറിയിച്ചു.
പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിന്റെ അനുമതി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കമുള്ള 15-അംഗ സംഘം ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിന് പഞ്ചായത്ത് നൽകിയ അനുമതി ശരിവയ്ക്കുക മാത്രമാണ് ജില്ലാ ഭരണകൂടം ചെയ്തതെന്ന് കളക്ടർ അറിയിച്ചതായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറഞ്ഞു. ഇതുവരെയും പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിനെതിരായി റിപ്പോർട്ട് നൽകുകയോ നടപടി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അത്തരം റിപ്പോർട്ടുകൾ വരുന്ന പക്ഷം നടപടി സ്വീകരിക്കാമെന്ന് കളക്ടർ ഉറപ്പു നൽകി. മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്താൻ പഞ്ചായത്തിന് അധികാരമുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. ആവശ്യമായ കോടതിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വഴിയൊരുക്കി കൊടുത്തത് വരവൂർ പഞ്ചായത്തിലെ ഭരണാധികാരികളാണ്. ആ ഭരണാധികാരികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണിയുമാണ്. എന്നാൽ തുടർന്ന് അനുമതി ലഭിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യങ്ങൾ വരികയും അവിടുത്തെ ജനങ്ങൾ തടഞ്ഞ ആളുകളെ പോലീസിന്റെ മർദ്ദനം ഏറ്റുവാങ്ങുകയും നിരപരാധിയായ പാവപ്പെട്ട ആളുകളുടെ പേരിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 4 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. ക്ഷേത്രത്തിനകത്തുള്ള 3 ഭണ്ഡാരങ്ങളും പുറത്തുള്ള ഭണ്ഡാരവുമാണ് കുത്തിത്തുറന്നത്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തീരമേഖലയിൽ ഭണ്ഡാര കവർച്ച തുടർക്കഥയെ മാറുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. അറബിക്കടലിൽ കേരള തീരത്തോടടുത്തുള്ള തീവ്ര ന്യൂനമർദ്ദവും ബംഗാൾ ഉൾക്കടൽ രൂപപ്പെടാനിരിക്കുന്ന ന്യൂനമർദ്ദവുമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണം. ഇന്ന് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ ഉൾപ്പെടെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വാഹനാപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പുലിയന്നൂർ ഞാറേക്കാട്ട് രാമൻ നായർ ഭാര്യ 69 വയസ്സുള്ള നളിനിയമ്മയാണ് മരിച്ചത്. കഴിഞ്ഞ ജൂൺ 22-ന് പാഴിയോട്ടുമുറിയിൽ വെച്ചായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ വഴിതെറ്റിയ യാത്രാസംഘം സഞ്ചരിച്ചിരുന്ന കാർ നിർമ്മാണത്തിലിരിക്കുന്ന ഓവർബ്രിഡ്ജിൽ ഇടിച്ചുകയറി. ഒഴിവായത് വൻ അപകടം. ചന്തപ്പുറ കോട്ടപ്പുറം ബൈപ്പാസിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. എറണാകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. വഴിതെറ്റി നിർമ്മാണത്തിലിരിക്കുന്ന ബൈപ്പാസ് റോഡിൽ കയറിയ കാർ ചന്തപ്പുര ഭാഗത്തേക്കുള്ള ഓവർബ്രിഡ്ജിൽ കയറുകയായിരുന്നു. പാലത്തിലെ വിടവിൽ ടയർ കുടുങ്ങിയതിനെ തുടർന്ന് കാർ മുന്നോട്ടെടുക്കാൻ കഴിയാത്ത നിലയിലായി. നിർമ്മാണം പൂർത്തിയാകാത്ത ഓവർബ്രിഡ്ജിലൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ കാർ താഴ്ചയിലേക്ക് നിലം പതിക്കുന്ന സ്ഥിതിയായേനെ. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ കാർ തിരിച്ചിറുക്കുകയായിരുന്നു. ദിശാബോർഡുകളോ മുന്നറിയിപ്പുകളോ ഇല്ലാതിരുന്നതാണ് കാർ യാത്രക്കാരെ അപകടത്തിനിടയാക്കിയത്. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയുള്ള ദേശീയപാത നിർമ്മാണം വാഹനയാത്രികർക്ക് ഭീഷണിയാവുകയാണ്. തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് സംഘടിപ്പിച്ച വോക്കത്തോണിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ്, വോക്കേഴ്സ് ക്ലബ്, വെറ്ററൻസ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് വോക്കത്തോൺ സംഘടിപ്പിച്ചത്. കുട്ടനെല്ലൂരിൽ നിന്ന് ആരംഭിച്ച വോക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് റവന്യൂ മന്ത്രി കെ രാജൻ, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി സോളി തോമസ് കവലക്കാട്ട്, വോക്കേഴ്സ് ക്ലബ് പ്രസിഡന്റ് VK ജലീൽ, വെറ്ററൻസ് അസോസിയേഷൻ ട്രഷറർ ഷാജി ചെറിയാൻ, കോർഡിനേറ്റർ ജോജു വർക്കി തുടങ്ങിയവർ കുട്ടനെല്ലൂരിൽ നിന്ന് ആരംഭിച്ച വോക്കത്തോണിന് നേതൃത്വം നൽകി. കാറളം പഞ്ചായത്തിലെ വഞ്ചിയും വലയും വിതരണത്തിൽ വിവേചനം കാണിച്ചതായി പരാതി. കാറളം പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 3 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി പഞ്ചായത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായ 10 പേർക്കാണ് വഞ്ചിയും വലയും വിതരണം ചെയ്തത്. പദ്ധതിയുടെ ആരംഭത്തിൽ തന്നെ ആദ്യത്തെ ഗുണഭോക്താവായി രജിസ്റ്റർ ചെയ്തത് പഞ്ചായത്തിൽ കഴിഞ്ഞ 50 വർഷമായി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന ചെമ്മാപ്പള്ളി വീട്ടിൽ കാഞ്ചന ശിവരാമൻ എന്ന വിധവയാണ്. ഗ്രാമസഭകളിലും എല്ലാത്തിലും 100% മാർക്ക് നേടി ഉപഭോക്തൃ വിഹിതമായി 7500 രൂപയും കാഞ്ചനയിൽ നിന്നും പഞ്ചായത്ത് അധികൃതർ കൈപ്പറ്റിയിരുന്നു. എന്നാൽ ഉദ്ഘാടനത്തിന് 2 ദിവസം മുൻപ് ഉപഭോക്തൃ വിഹിതമായ പണം തിരികെ മകനെ ഏൽപ്പിക്കുകയും തനിക്ക് പദ്ധതിയിൽ വഞ്ചി ലഭിക്കാൻ അർഹതയില്ലെന്ന് അറിയിക്കുകയുമായിരുന്നുവെന്ന് കാഞ്ചന പറഞ്ഞു. അതേസമയം കാഞ്ചനയ്ക്ക് മത്സ്യബന്ധനത്തിനുള്ള ലൈസൻസ് ഇല്ലാത്തതാണ് അവസാന നിമിഷം പദ്ധതിയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് പറഞ്ഞു. കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംപ്ഷൻ ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിക്കുന്നു. രാവിലെ നടന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് കിഴക്ക് പടിഞ്ഞാറ് ഭാഗക്കാരുടെ കിരീടം എഴുന്നള്ളിപ്പുകൾ പള്ളിയിൽ എത്തിച്ചേരും. തുടർന്ന് കുടമാറ്റം നടക്കും. ഫൊറോന വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്, അസിസ്റ്റന്റ് വികാരി ഫാദർ മിഥുൻ ചുങ്കത്ത് തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് തൃശൂർ സെന്റ് മേരീസ് കോളേജ് ഗ്രൗണ്ടിൽ തുടരുന്നു. ജില്ലാ ആർച്ചറി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മത്സരം നടക്കുന്നത്. വിവിധ ക്ലബ്ബുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നായി 200ഓളം കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. അഞ്ചേരി ഭാഗ്യാസ് ആർച്ചറി അക്കാദമിയാണ് 1ാം സ്ഥാനത്ത് തുടരുന്നത്. ചാമ്പ്യൻഷിപ്പ് വൈകിട്ട് സമാപിക്കും. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ അക്കിത്തം സ്മൃതി പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ ഡോക്ടർ എസ്.കെ. വസന്തൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ സംസ്കാരവും സാഹിത്യവും പരിഗണിച്ചിരുന്ന ശ്രേഷ്ഠ കവിനിരയിലെ സുവർണ നാമമാണ് മഹാകവി അക്കിത്തമെന്നും മനുഷ്യ നന്മയ്ക്കും നല്ലതിനും വേണ്ടിയാണ് അദ്ദേഹം കവിത എഴുതിയിരുന്നെന്നും എസ്.കെ. വസന്തൻ അഭിപ്രായപ്പെട്ടു. എഴുത്തുകാരൻ കെ. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കവി സി. രാവുണ്ണി, എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായ ഷാജു പുതൂർ, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, ഉഷ കെ. വാര്യർ എന്നിവർ സംസാരിച്ചു. മച്ചാട് തിരുവാണിക്കാവിലെ നടവരവ് ബുക്ക് കാണാതായ സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന് പരാതി നൽകി. യൂത്ത് കോൺഗ്രസാണ് പരാതി നൽകിയത്. യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിലാണ് തൃശൂർ ദേവസ്വം വിജിലൻസ് മേധാവിക്ക് പരാതി നൽകിയത്. ഭക്തജനങ്ങൾ വഴിപാടായി നൽകുന്ന വിലപിടിപ്പുള്ള വസ്തുക്കൾ രേഖപ്പെടുത്തുന്ന ബുക്കാണ് കാണാതെ പോയത്. കഴിഞ്ഞ മാസത്തിൽ കാണാതെ പോയ ബുക്കിനെക്കുറിച്ച് ഇന്നേ വരെ ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് പരാതി നൽകിയത്. കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പരാതിയിൽ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പൂഴിമണലിൽ ചോളം വിളയിച്ച് രാജനും കുടുംബവും. ഉപ്പുവെള്ളം നിറഞ്ഞ പരീക്ഷണവുമായി കൃഷി വിജയം. ശ്രീനാരായണപുരം കോതപറമ്പ് കടവിൽ കനോലി കനാലിന്റെ തീരത്താണ് ഈശ്വരമംഗലത്ത് രാജൻ ചോളം കൃഷി ചെയ്തിട്ടുള്ളത്. രാജന്റെ മകൻ അജിത് ഓൺലൈനായി വരുത്തിയ വിത്ത് വിതച്ചാണ് ചോളം കൃഷി ഇറക്കിയത്. ഉപ്പ് നിറഞ്ഞ പുഴവെള്ളത്താൽ ചുറ്റപ്പെട്ട മണ്ണിൽ വിളയൊരുക്കുക ശ്രമകരമായിരുന്നു. വളവും ശുദ്ധജലവും നൽകി വളർത്തിയെടുത്ത ചോളച്ചെടികൾ പ്രതീക്ഷ കളയാതെ കായ്ച്ചു. 3 മാസം കൊണ്ടാണ് ചോളം വിളവെടുപ്പിന് പാകമായത്. പരീക്ഷണം എങ്ങനെയാവുമെന്നുള്ള അറിയാൻ വേണ്ടി അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടായി കിട്ടി. പിന്നെ അടുത്ത ഇതിലും കൂടുതലൊക്കെ നടാനൊക്കെ ഉദ്ദേശിക്കുന്നത്. വളം കോഴിക്കാട്ടും ചാണപ്പൊടിയൊക്കെയാണ് ഇട്ടിരിക്കണത്. കേരളത്തിൽ അപൂർവമായ ചോളകൃഷി വേലിയേറ്റവും വേലിയിറക്കവും അനുഭവപ്പെടുന്ന പുഴയോരത്ത് വിജയിക്കുക എന്നത് അത്യപൂർവമാണ്. അടുത്ത തവണ വിപുലമായ രീതിയിൽ ചോളം കൃഷിയിറക്കണമെന്ന തീരുമാനത്തിലാണ് രാജനും കുടുംബവും. മേഖലയിലെ അറിയപ്പെടുന്ന മത്സ്യകർഷകരാണ് രാജനും മകൻ അജിത്തും. കേരളത്തിലെ ഒട്ടുമിക്ക കൃഷിയിടങ്ങളിലേക്കും കാളാഞ്ചി മീൻ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നത് ഇവരാണ്. DCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ ശ്രീനാരായണ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ സുദേശ് എം രഘു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് അംഗവും സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനെ ചടങ്ങിൽ ആദരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി PB സുബ്രഹ്മണ്യൻ, വൈസ് പ്രസിഡന്റ് PV ഷാജി, ട്രഷറർ SS അജിത് കുമാർ, മുൻ പ്രസിഡന്റുമാരായ TR രഞ്ജു, ഡോക്ടർ KR പ്രതാപൻ, PV നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വകാര്യ വ്യക്തി വളർത്തുന്ന നായ്ക്കൾ പൊതുജനങ്ങൾക്ക് ശല്യം സൃഷ്ടിക്കുന്നതിനെതിരെ വടക്കാഞ്ചേരി നഗരസഭയിലെ 33, 36 ഡിവിഷനുകളിലെ ജനങ്ങൾ രംഗത്ത്. പ്രദേശവാസിയായ ഒരു ഡോക്ടറുടെ വീട്ടിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ യാതൊരു സുരക്ഷിതത്വവുമില്ലാതെ 30ഓളം നായ്ക്കളെ വളർത്തുന്നുണ്ട്. വീടിന്റെ മുന്നിലൂടെ യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാർക്കും ബൈക്ക് യാത്രികർക്കും ഈ നായ്ക്കൾ സ്ഥിരം ശല്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. നഗരസഭാ ചെയർമാൻ സുരേന്ദ്രൻ അടക്കമുള്ളവർ നാട്ടുകാരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പുതുക്കാട് സെന്റർ വികസനത്തിനായി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ HRPMന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തും. ചൊവ്വാഴ്ച രാവിലെ മുതൽ പുതുക്കാട് സെന്ററിലാണ് ഉപവാസം സംഘടിപ്പിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തകൻ സുധീർ പട്ടാമ്പി സമരം ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ കുമാരൻ പോത്തിക്കര, ജോൺസൺ പുല്ലുത്തി, ഏലിയാസ് ജേക്കബ്, PB ബൈജു, ബിനു മാന്നാമംഗലം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കൊണ്ടാഴി കെട്ടിലപ്പാടം പാടശേഖരത്തിലേക്ക് ജലസേചനമൊരുക്കി.
പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് അധ്യക്ഷനായിരുന്നു. വാർഡംഗങ്ങളായ വി നിഷമോൾ, ബിജു തറത്തിവിള, ശിവൻ വീട്ടിക്കുന്ന് തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലിക ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. KPCC സംസ്കാര സാഹിതി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മൃതി സന്ധ്യ സംഘടിപ്പിച്ചു. എഴുത്തുകാരൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. പ്രീതി പ്രേമചന്ദ്രൻ, KV മോഹനൻ, PN സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം സംഘാടക സമിതി ചെയർപേഴ്സൺ PP സുനിത നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷനായി. ജനറൽ കൺവീനർ KB പ്രീത, ദീപു പ്രസാദ്, വിമല പ്രഹ്ലാദൻ, യശോദാമണി, സേതുമാധവൻ, സേതുകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ശബരിമല മേൽശാന്തിയെ തെരഞ്ഞെടുത്ത ED പ്രസാദ് നമ്പൂതിരിയെ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ വീട്ടിലെത്തി അനുമോദിച്ചു. BJP തൃശൂർ സൗത്ത് മേഖലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, BJP ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അഞ്ചു വർഷക്കാലം നാടിനെ സേവിച്ച നഗരസഭാ ചെയർപേഴ്സണും കൌൺസിലർമാർക്കും ആശാ വർക്കർമാരുടെയും അംഗൻവാടി ജീവനക്കാരുടെയും ആദരവ്. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ്, 14-ാം വാർഡ് കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥ്, 15-ാം വാർഡ് കൌൺസിലർ രേണുക ശങ്കർ എന്നിവരെയാണ് ആദരിച്ചത്. സമാദരണ സദസ്സ് നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. മുൻ വാർഡ് കൌൺസിലർ അനിൽകുമാർ ചിറക്കൽ അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം ഡിവിഷൻ അംഗം R ജയകുമാർ, ആശാ വർക്കർമാരായ രേഷ്മ രാജു, ധന്യ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തലക്കോട്ടുകര വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് ഫാദർ ഗ്രിജോ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് തച്ചിൽ തിരുനാൾ സന്ദേശം നൽകി. കൈക്കാരന്മാരായ റെനി കുറ്റിക്കാട്ട്, ജോയ് കുറ്റിക്കാട്ട്, ജെയ്സൺ കൊള്ളന്നൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കുന്നംകുളം ദയ റോയൽ ആശുപത്രിക്ക് സമീപം ഓട്ടോറിക്ഷയും ട്രാവലും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. കുന്നംകുളം സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ ഷാജുവിനാണ് പരിക്കേറ്റത്. ചാവക്കാട് ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ട്രാവലറും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യൻ കരസേനയുടെ ടെക്നിക്കൽ വിഭാഗമായ ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് 83-ാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി തൃശൂരിൽ കുടുംബസംഗമം നടത്തി. റിട്ടയർഡ് ലഫ്റ്റനന്റ് മോറിസ് ഉദ്ഘാടനം ചെയ്തു. EME തൃശൂർ പ്രസിഡന്റ് PK മോഹനൻ അധ്യക്ഷത വഹിച്ചു. PK മാധവൻ, KB സുധിലൻ, PR നന്ദകുമാർ, MP സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം കൊടുങ്ങല്ലൂർ ഏരിയ മെമ്പർഷിപ്പ് വിതരണം നടത്തി. പെരിഞ്ഞനത്ത് ചേർന്ന യോഗം ജില്ലാ കമ്മിറ്റി അംഗം PK സലീം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം KC ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ ബാബു പോളശ്ശേരി, മുഹമ്മദ് അബ്ദുൽ ഖാദർ, രവി കളപ്പുര, സുജ ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലുംപുറം സെന്റ് ജോർജ് പള്ളിയിലെ പെരുന്നാളിന് കൊടിയേറി. വികാരി ഫാദർ അഫ്രേം അന്തിക്കാട് കൊടിയേറ്റം നിർവഹിച്ചു. സെക്രട്ടറി CP ഡേവിഡ്, ട്രഷറർ PC സൈമൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ KC ഷാജൻ, PK ബിജു, മീഡിയ കൺവീനർ ബെന്നി ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകി. ഈ മാസം 24, 25 തീയതികളിലാണ് തിരുനാൾ. കാട്ടക്കാമ്പൽ പബ്ലിക് ലൈബ്രറിയുടെയും രണധാര സാംസ്കാരിക വേദിയുടെയും നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി സെക്രട്ടറി MB സതീശൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സൂര്യ സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീജ സുഗതൻ, വായനശാല വൈസ് പ്രസിഡന്റ് MK സോമൻ, രണധാര സെക്രട്ടറി VS ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു.
എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജ് അധ്യാപിക ലിയ ടോണി കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ PhD നേടി. തൃശൂർ ചേലക്കോട്ടുകര ടോണി ജോസഫ് ഫ്ലോറൻസ് ദമ്പതികളുടെ മകളാണ്. കേന്ദ്ര സർക്കാർ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമായ അത്താണി സിമെറ്റിലെ സയന്റിസ്റ്റ് ഡോക്ടർ SN പോറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു ലിയ ടോണി ഗവേഷണം നടത്തിയത്. തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തൃശൂർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയായ ക്രിക്കറ്റ് നെറ്റ്സിന്റെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിച്ചു. ശ്രീ കേരളവർമ്മ കോളേജിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇഗ്നി മാത്യു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോസ് പോൾ, പ്രൊഫസർ ഡോക്ടർ ശിവറാം, കോളേജ് മുൻ കായികാധ്യാപകൻ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഭരണഘടനാ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഇന്ത്യൻ നാഷണൽ ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ചാമക്കാല ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ സാലി സജീർ, സുൽഫിക്കർ ബൂട്ടോ, നിസാർ മാടവന, VK യൂസഫ്, ജിസ്നി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ P. രാധാകൃഷ്ണൻ, അനിൽ വടക്കേടത്ത്, K. സഞ്ജീവ് മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര മൺപാത്ര സൊസൈറ്റിയിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തി. ഡോക്ടർ സാവിയോ, ബിൻസി ഫിദ, സജീവ് കുമാർ, അമൽ രാജ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കുന്നംകുളം അടുപ്പുട്ടി പള്ളി പെരുന്നാളിന് കൊടിയേറി. KK ഗീവർഗീസ് റംബാൻ കൊടിയേറ്റം നിർവഹിച്ചു. വികാരി ഫാദർ ഗീവർഗീസ് വർഗീസ്, ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി ബാബു ഇട്ടൂബ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഈ മാസം 27, 28 തീയതികളിലാണ് പെരുന്നാൾ. നമ്മുടെ ഭവനങ്ങളും സമാധാനത്തോടും കൂടി കാട്ടകാമ്പൽ YMCയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഡോക്ടർ CP രാവുണ്ണിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. YMCA പ്രസിഡന്റ് CC മോഹനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അനിൽ മാത്യു, ട്രഷറർ AV തമ്പി തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ പഞ്ചായത്തിലെ മനക്കൊടി സൗത്ത് 138 നമ്പർ മലർവാടി അങ്കണവാടിക്ക് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. ജനകീയ പങ്കാളിത്തത്തോടുകൂടി വില കൊടുത്തു വാങ്ങിയ 3 സെന്റ് സ്ഥലത്താണ് 20 ലക്ഷം രൂപ ചെലവഴിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗം K. രാകേഷ്, ജനപ്രതിനിധികളായ ഷിമി ഗോപി, KN സലിജ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ വീട്ടുവളപ്പിൽ നിന്ന് 12 അടി നീളമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി. നെന്മിനി ആളൂർ ജെയ്സന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. തൊഴിലാളികൾ പറമ്പ് വൃത്തിയാക്കുന്നതിനിടെയാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി വിവരമറിയിച്ചതനുസരിച്ച് സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എത്തി പാമ്പിനെ പിടികൂടി. 18 കിലോ തൂക്കമുള്ള മലമ്പാമ്പിനെ പിന്നീട് വനംവകുപ്പിന് കൈമാറി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,995 രൂപ, പവന് 95,960 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി JPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. മണലൂർ മണ്ഡലം നിയമസഭാ സീറ്റ് താൻ ആവശ്യപ്പെട്ടു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPM-ൽ നിന്ന് പുറത്താക്കിയ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഈ മാസം 21-ന് രാജിവെക്കും. ചാലക്കുടി പരിയാരം തടയണയിൽ നിന്നും പുഴയിലേക്ക് വീണ ബൈക്ക് യാത്രികൻ മരിച്ചു. പുലിയിലപ്പാറ സ്വദേശി രമേശാണ് മരിച്ചത്. മുല്ലശ്ശേരിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നാടിന് സമർപ്പിച്ച റോഡിന്റെ ശിലാഫലകം തകർത്തതായി പരാതി. ശിലാഫലകം തകർത്ത സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് BJP പരാതി നൽകി. വരവൂർ തളി നടുവട്ടത്തെ മാലിന്യ പ്ലാന്റിന് നൽകിയ അനുമതി പുനഃപരിശോധിക്കാമെന്ന് ജില്ലാ കളക്ടർ. ആക്ഷൻ കൗൺസിലിന്റെ പരാതി തുടർ നടപടികൾക്കായി കളക്ടർ ADM-ന് കൈമാറി. കൊടുങ്ങല്ലൂർ തൃക്കുലശേഖരപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിലെ 4 ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. തൃശൂരിൽ യെല്ലോ അലർട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.